വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഏതോ ജന്മ കൽപ്പനയിലെ റിയാക്ഷൻ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ആകാശാണെങ്കിൽ അവിടെ വെളി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കല്ലെടുത്തെറിയും. നേരെ അത് ചെന്ന് കൊള്ളുന്നത് ആരുടെ മണ്ടയ്ക്ക്? അമ്മായിയുടെ മണ്ടയ്ക്കാണ്. അമ്മായിയാണെങ്കിൽ അയ്യോ വെകിട് പിള്ളേർ എന്ത് കാണിക്കുന്ന ഈ ന്യൂ ഇയർ ആയിട്ട് അവർക്ക് അവിടെ ഇത് ചെയ്താൽ പോരെ, എന്തോത്തിന് ഈ പടക്കമൊക്കെ പൊട്ടിക്കുന്നത്, ഒരു കല്ല് ആരെ കൊണ്ട് അടിച്ച് മനപ്പൂർവ്വം അടിച്ചാന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളമായി. അപ്പോഴത്തേക്കും പ്രീതി വന്ന് പറഞ്ഞ് അയ്യോ അമ്മായി പോട്ടെ, അവർ പടക്കം പൊട്ടിക്കുമല്ലേ ന്യൂ ഇയർ ആയിട്ട്, അപ്പോൾ അറിയാതെ വല്ലതും വന്ന് കൊണ്ടതായിരിക്കുമെന്ന്. അങ്ങനെ പ്രീതി അവിടെ നിന്ന് പിന്നെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ആകാശിന് മനസ്സിലായി അത് കൊണ്ടത് അമ്മയുടെ മണ്ടയ്ക്കാണ്, പ്രീതിക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പം എന്ത് ചെയ്യും, എനിക്കയുടെ അടുത്ത ഐഡിയ ഓർമ്മ വരും. ശരി, ആ പടക്കം പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഒരു പടക്കം എടുത്തിട്ട് അവിടോട്ട് ഒറ്റയേറാണ്. പെട്ടെന്ന് അമ്മായി അങ്ങ് ഞെട്ടിപ്പോവേ. അത് കഴിഞ്ഞിട്ട് അമ്മായി വീണ്ടും ചീതയും വിളിച്ചുകൊണ്ട് വെളിലോട്ട് വരും. എന്നിട്ട് ചോദിക്കും, ആരടാ പിള്ളേരെ നിങ്ങൾ പടക്കം പൊട്ടിച്ചകത്ത് എറിഞ്ഞെന്ന് പറഞ്ഞ് ആ ഒരു മൊമെൻ്റ് ആകുമ്പോഴേക്കും ആകാശ് പെട്ടെന്ന് അകത്തോട്ട് കയറി അങ്ങ് പോകും. എന്നിട്ട് പോയി അവരുടെ കിച്ചണിൽ പോയി ഒളിച്ചിരിക്കും ആകാശ്. അപ്പോഴത്തേക്കും പ്രീതിയുടെ അമ്മ ഇങ്ങ് വരും. എന്നിട്ട് ചോദിക്കും, എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും. അത് കഴിഞ്ഞ് അവർ അപ്പോഴത്തേക്കും എല്ലാവരും അകത്തോട്ട് അങ്ങ് കയറിപ്പോവേ. എന്നിട്ട് പ്രീതി അമ്മയോട് പറയും, അമ്മായി ഇവിടെ നിൽക്കും, ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അടുക്കളയിലോട്ട് പോകും. എന്നിട്ട് വെള്ളം എടുത്ത് തിരിച്ച് വരുമ്പോഴേക്ക് ആകാശിനെ കാണും. പെട്ടെന്ന് ഞെട്ടി അലറി എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടി അലറി അവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് അമ്മായി ഓടി വന്ന് ചോദിക്കും, എന്ത് പറ്റി മോളെ എന്ന്. അന്നേരം പറഞ്ഞാൽ അയ്യോ അമ്മായി പടക്കം പൊട്ടുന്ന സൗണ്ട് കാരണം ഞാൻ പേടിച്ച് അങ്ങനെ അലറിയതാണെന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് അമ്മയും കൊണ്ട് അങ്ങ് വെളിയിൽ പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലോട്ട് വരും. അപ്പോഴത്തേക്കും ആകാശിനെ അവിടെ കാണത്തില്ല. ആകാശ് പെട്ടെന്ന് അവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട്, അതിൻ്റെ അടിയിൽ ഒളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവിടെ എല്ലാം നോക്കിയിട്ട് താഴെ അവിടെ എന്തായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട്, കുപ്പിച്ചിൽ വീണല്ലേ, അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ടേബിളിൻ്റെ താഴെ ചൂലുണ്ടെന്ന് പറഞ്ഞ് കുനിയുമ്പോഴാണ് അവിടെ ആകാശിനെ ടേബിളിൻ്റെ കീഴിൽ ആര് കാണുന്നു? പ്രീതി കാണുന്നു. അപ്പം അങ്ങനെ പ്രീതി പെട്ടെന്ന് ഞെട്ടിപ്പോവും. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുമക്കാൻ തുടങ്ങും, അങ്ങനെ വെപ്രാളം പിടിക്കാൻ തുടങ്ങും. അന്നേരം അമ്മായി ചോദിക്കും എന്ത് പറ്റി? അന്നേരം പ്രീതി പറയും, അയ്യോ അമ്മായി എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ പറയും. അപ്പം അമ്മായി പറയാം, ശരി ഞാൻ പോയി ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളിക്കാരത്തി അടുക്കളയിലോട്ട് പോകാൻ. അത് കഴിഞ്ഞ് ആ ഒരു സീൻ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാണിക്കുന്നത് ശ്യാം അവിടെ എന്തൊക്കെയോ വലിയ പ്ലാനിങ് നടത്തുകയാണ് അഞ്ജലിയെ കൊല്ലാനായിട്ട്. ഹെയർ ഡ്രയറിൽ വയർ എന്തോ ലൂസ് കണക്ഷൻ ചെയ്യുമോ, പെട്ടെന്ന് ഷോക്ക് അടിക്കാൻ, അങ്ങനെ എന്തോ പ്ലാനിങ് ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സീൻ അവിടെ അത്രേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പ്രീതി ആകാശിനാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അമ്മായി എന്തായിരുന്നു ചുക്ക് കാപ്പി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പറയും കുടിക്കും മോളെ, കുടിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അതിനിടയ്ക്ക് ആണെങ്കിൽ അവിടെ എന്തോ സ്വീറ്റ്സ് എന്തോ ഒട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് അമ്മായി വന്നൊന്ന് ഒന്ന് തട്ടിപ്പിളേക്കും അതിൻ്റെ ആ പശ എന്തോ ഇരിക്കുന്ന ചെയറിലായിട്ടുണ്ട്. ആ സീനൊക്കെ നമുക്കിനി അടുത്ത പിന്നെ കാണത്തേ ഉള്ളൂ, ബാക്കി ആകാശ അധികറി ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് അമ്മായി 2-3 പ്രാവശ്യം ആകാശിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ചവിട്ടും. പക്ഷേ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവത്തില്ല ആകാശം അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉണ്ട് എന്തെങ്കിലും ചവിട്ടുകയെന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ കൈയും കടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ട് ഇങ്ങനെ എങ്ങനെയും അത് സഹിക്കുകയാണ് കൈയുടെ വേദന. പെട്ടെന്ന് അത് പ്രീതിക്ക് മനസ്സിലാവും. അങ്ങനെ പ്രീതി പറയും, അയ്യോ അമ്മായി ഇത് കുടിക്കാൻ പറ്റുന്നില്ല, മധുരമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും അമ്മായി അവിടെ നിന്ന് അങ്ങ് പോകും. ഇടയ്ക്ക് ചുമയ്ക്കുന്ന സൗണ്ടൊക്കെ ആകാശിൻ്റെ വരും. അപ്പോൾ പെട്ടെന്ന് പ്രീതി ഇവിടെ ആക്ട് ചെയ്യുന്നത് വെച്ചാൽ പ്രീതി ചുമയ്ക്കുക എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അമ്മായി പഞ്ചസാര എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ടേബിളിൻ്റെ കീഴിലോട്ട് നമ്മുടെ പ്രീതി ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നേരം ആയില്ലേ തൊണ്ട വരലെന്ന്. അന്നേരം ചുക്കാപ്പി അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ കുടിക്കും. എന്നിട്ട് പെട്ടെന്ന് അമ്മായി വരുമ്പോഴേക്കും പ്രീതി അവിടെ നിന്ന് അങ്ങ് എഴുന്നേക്കും. എന്നിട്ട് പറയും, നീ പഞ്ചസാര എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് കുടിച്ചാൽ ഞാൻ പറഞ്ഞു ചൂടോടെ കുടിക്കുന്നതല്ലേ അമ്മായി നല്ലത്, അപ്പോൾ പെട്ടെന്ന് മാറത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് കുടിച്ചെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മായി അകത്തോട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അമ്മായിയും പ്രീതിയും കൂടെ. അപ്പം അടുത്തത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും ശ്യാം അവിടെ എന്തൊക്കെയോ ക്യാൻഡിൽ കത്തിക്കുന്നു, റൂമിൻ്റെ അകത്ത് ഇതാക്കുന്നു. അപ്പോൾ അവിടെ കാര്യസ്ഥൻ വന്ന് ചോദിക്കും, എന്താ മോനെ റൂമിൻ്റെ അകത്ത് വെളിച്ചമില്ലല്ലോ, അഞ്ജലി മോള് വന്നാൽ തട്ടി വീഴത്തില്ലേ? അങ്ങനെ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ ക്യാൻഡിൽ. അപ്പം അവൻ്റെ ഉദ്ദേശം എന്താണ്? മെയിനായിട്ട് എങ്ങനെയും അഞ്ജലിയെ ഒഴിവാക്കുക, അവളെ കൊല്ലുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം വരുന്നത്. എന്നിട്ട് മനസ്സിങ്ങനെ വിചാരിക്കും, നാളെ ന്യൂ ഇയർ ആയിട്ട് നാളെ തൊട്ട് ഞാൻ ഇനി ഫ്രീ ആയിരിക്കും, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വരുവാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയും അശ്വിനെയും ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നില്ല. ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രീതിയും ആകാശിനെയാണ് ഹൈലൈറ്റായിട്ട് എടുത്ത് കാണിക്കുന്നത്. അമ്മായിയുടെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ നമ്മുടെ ഹൈറേൻ നന്ദകിഷോറിൻ്റെ അത്രയൊന്നും വരത്തില്ല. ഇസ് പ്യാർക്കോ ക്യാൻ ആമത് അതിൻ്റെ അകത്ത് അത്രയൊന്നും അമ്മയുടെ ആ ഒരു ഇത് വരുന്നില്ല. പക്ഷേ സൂപ്പറായിരുന്നു പുള്ളിക്കാരത്തി. നമ്മുടെ ഇവിടെ ഏതോ ജന്മകൽപ്പയിലെ അമ്മായി സൂപ്പറായിരുന്നു, ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ
ഇതായിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ കീഴിൽ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മായി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പം അത്രയാണ് അവിടെ ഒരു എൻഡിങ് വന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ട് ശ്രുതിയും അശ്വിൻ്റെയും ആ ഒരു ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നാളെ നമുക്ക് കാണിക്കും പ്രൊമോയിൽ, ചിലപ്പം മീൻസ് നാളത്തെ ഇതിൽ എപ്പിസോഡിൽ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവരും വ്യൂസ് ഇഷ്ടം പോലുണ്ട് വീഡിയോസിന്. ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും അതുപോലെ ഷെയറൂടെ ചെയ്തായിരുന്നെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയേനെ. അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.